ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്ന് ഓഗസ്റ്റ് 14 ഇന്നാണ് ലോകേഷ് കനകരാജിൻ്റെ കൂലി ഇറങ്ങുന്നത്. സോ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഇത്. ലാസ്റ്റ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത് എമ്പുരാൻ കാണാൻ പോയ അടുത്തൊരു സിനിമയ്ക്ക് പോകുന്നതാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അൽഫിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടാണ് സിനിമയ്ക്ക് പോകുന്നത്. ഞങ്ങളുടെ ഷോ ടൈം എന്ന് പറയുന്നത് 9:15 കരുനാപ്പള്ളി മൈ സിനിമാസിലാണ് നമ്മൾ പോകുന്നത്. വേറെ എവിടെയും ടിക്കറ്റ് ഇട്ടില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഷോയുടെ എല്ലായിടത്തും ബുക്കായി കഴിഞ്ഞു. ഈ ഏരിയയിലുള്ള എല്ലായിടത്തും ബുക്കായി ഫുള്ള് ബുക്കായി. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. പിന്നെ അടുത്തത് 9:15 ഷോ ആയിരുന്നു. അപ്പോൾ അതിനന്നേരം നമ്മൾ ബുക്ക് ചെയ്ത് 2 ടിക്കറ്റ് ഞാനും അവനോടെ ബുക്ക് ചെയ്തിട്ട് അതിനാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട്. 8 മണിയായി, കറക്റ്റ് 8 മണിയായി. അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പം പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകത്തുള്ളൂ. കരുനാപ്പള്ളി ആയതുകൊണ്ട് തന്നെ ഇപ്പം അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അതിന് രാവിലെ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, അപ്പം സ്കൂൾ ടൈം ആയിരിക്കും. അപ്പം അതിൻ്റെയും കൂടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 7:30 കഴിയുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരത്തെ ആണെങ്കിൽ അവിടെ പോയിരിക്കും. താമസിക്കുന്നതിനല്ല കുറച്ചുകൂടെ നേരത്തെ അവിടെ പോയിരിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായാലും ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. എന്നിട്ടും അവൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഞാൻ അവൻ്റെ അങ്ങോട്ട് പോകണം. അവൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് നടന്ന് പോയാൽ മതി. അങ്ങനെ എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തു പോയിട്ട്. അപ്പം സിനിമയെ പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. നമ്മളിനി അവൻ്റെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ദിസ് ഈസ് മൈ ന്യൂ മൈക്ക്. ന്യൂ അല്ല, കുറച്ചായി വാങ്ങിയിട്ട്, പക്ഷേ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ ന്യൂ മൈക്ക് എല്ലാം കൂടെ എടുത്തേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ബൈ ദ വേ, നമ്മൾ സിനിമയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. സിനിമയെ പറ്റി എന്തെങ്കിലും പറയണ്ടേ? സിനിമ അറിയാമല്ലോ, കൂലി. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ലോകേഷ് കനകരാജ് എൻ്റെ LCU ആണോ അല്ലയോ എന്നറിയാനാണ് തോനെയും ആൾക്കാർക്ക് തിരുക്കം. എനിക്കും അത് തന്നെ. എനിക്കും LCU ആണോ അല്ലയോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി അതിൻ്റെ ഹോം. അവൻ ഇറങ്ങി വരണം. LCU ആണോ അല്ലയോ എന്ന് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. എനിക്കും അത് തന്നെയാണ്. പിന്നെ ഞാൻ രജനീകാന്തിൻ്റെ ഫാനൊന്നും അല്ല, പക്ഷേ നമ്മൾ സിനിമ എല്ലാം കാണാൻ പോകും. ഓക്കെ. ആൻഡ് ഇതെന്ന് പറയുന്നത് ലോകേഷിൻ്റെ പടം ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഉറപ്പുണ്ട്, പടത്തിന് നല്ല ഉറപ്പുണ്ട്, മനസ്സിലായല്ലേ? അതുകൊണ്ട് നമുക്ക് പൈസ വേസ്റ്റ് ആവത്തില്ല. സോ അങ്ങനെയൊക്കെ. അപ്പോൾ ഭയങ്കര ഹൈപ്പാണ്, നല്ല ഹൈപ്പോടെ വന്ന ഫിലിമാണ്. സോ അതിനുള്ള ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. കാണും, ലോകേഷല്ലേ. സോ അവനെ കയറി വിളിക്കട്ടെ. നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇതാണ്ട് താമസിച്ച് എണ്ണീച്ച് ഉണ്ട്. ഇപ്പം ഷുവെല്ലാം ഇട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. എന്നിട്ട് വൈ ബ്രോ വൈ കേൾക്കണ്ട. നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് താമസിച്ചറിയാമല്ലോ. നീ തന്നെ സോ ബാഡ്. പഞ്ച്വാലിറ്റി വേണം, പഞ്ച്വാലിറ്റി. ദിസ് ഇസ് അവർ ഫുഡ് സ്പോട്ട്. പുതിയൊരു സ്പോട്ടാണ്. നമ്മൾ വന്നിട്ടില്ല, അവൻ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. സോ നമ്മൾ കിടന്ന് കഴിച്ച് നോക്കാം. Here comes. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അവൻ പൈസ കൊടുക്കുന്നു. ഇപ്പോൾ സമയം 8:30, കറക്റ്റ് 8:30. 9:15 ഫിലിം. അപ്പോൾ ഇനി നമ്മൾ അന്നേരത്തേക്ക് ചെല്ലുമായിരിക്കും, പറക്കണം ഇനി. സോ നമ്മൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കളികൾ ഒക്കെ കാണാം. മഴ ചതിച്ചു. മഴ കാരണം നമ്മൾ കയറിയിരിക്കുകയാണ്. സമയമില്ല, അതാണ്. എത്ര മണിയായി? നമ്മളങ്ങനെ മാളിലെത്തി. 9:08 ആയപ്പോൾ നമ്മളെത്തി. 9:15 9:08 ആയപ്പോൾ നമ്മളെത്തി. സോ ഇനി കയറുന്ന ചടങ്ങാണ്.
സോ ക്യാരറ്റ് ഐസ് കൂലി മലയാളം കൂലി. സോ ഹിയർ വി ഗോ. കൂലി വടം പറ റിവ്യൂ ആണോ പടത്തിന്റെ? സ്നാപ്പോളി ഐസ് നിങ്ങളുടെ കൂട്ടത്തിലും കാണുക പോലത്തെ സ്നാപ്പോളി പടം. ലോകേഷ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് പടം. ഹൈപ്പ് അടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു തേങ്ങയില്ല. അതൊരു പടം പോലെ വന്ന കണ്ട് റോക്സിന്റെ മോനാണ്. പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. കഴിഞ്ഞ് ഇറങ്ങി. ഇനി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. നിങ്ങൾ അറിഞ്ഞാലോ വരെ കരുനാപ്പള്ളിയിൽ മന്തി മനസ്സിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതായിട്ട് വന്നില്ല. തുടങ്ങിയിട്ട് എന്തോ 2 മാസം ആയി. സോ നമ്മൾ ഇതായിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പം നേരെ അവിടെ കൂടെ പോയി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാൻ വെച്ചാൽ നല്ല വെയിലുണ്ട്. ഹെൽമെറ്റ് മുഖ്യം. സോ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. ഗൈസ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നോ ഫുഡ് ടൈം. സ്നാപ്പോളി സ്നാപ്പ് ഇടുകയാണ്. സോ നോ മൈൻഡ്. ഇതാണ് മന്തി മനസ്സിലെ വാഷ്റൂം. ആരും കണ്ടില്ല. സോ ഇവിടാണ്. ഇവിടൊക്കെയാണ് കൈ കഴുകുന്ന സ്ഥലം. ഇവിടെ തുറന്ന് വെള്ളം വരും അല്ലേ? എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെയുണ്ട് ഗൈസ്. സൂപ്പർ അല്ലേ? ഇതാ ഷൂ. ഇത് അവൻ്റെ അനിയൻ്റെ ഷർട്ടാണ്. ഓക്കെ. അങ്ങനെ നമ്മളെ വീട്ടിൽ തിരക്കെ വന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോഴും മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ നനഞ്ഞിരിക്കുന്നത്. ചെറിയ മഴയായിരുന്നു. ഇച്ചെന്തേലും കയറി ഇന്ന് എന്നിട്ട് ഇറങ്ങി. അപ്പം ഗൈസ് അത്ര വന്നിട്ട് വീഡിയോ. പിന്നെ സിനിമയെ പറ്റി പറഞ്ഞില്ല. കാരണം ഞാൻ വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് ഫിലിം അതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത്ര ഹൈപ്പിൻ്റെ അത്ര ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് പിന്നെ കുറേ എഡിറ്റേഴ്സും കുറേ അവരുണ്ടല്ലോ, ചെറിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ LC ആണോ ഇല്ലയോ, അതാണോ ഇതാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഏറ്റു വെക്കുന്നത്. അതൊക്കെ ഞാൻ അതൊക്കെ കണ്ട് പോകുന്നതൊക്കെ പണ്ടേ നിർത്തിയതാണ്. കാരണം അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹൈപ്പായിരിക്കും. അപ്പോൾ അതിനൊത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഇത് കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഒരു സാധാരണ രീതി തന്നെയാണ് ഞാൻ പോയത്. അതുകൊണ്ട് കൊള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ചെറിയൊരു രീതിക്ക് ഇങ്ങനെ ലാഗായിട്ടൊക്കെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് ഓക്കെ ആയിരുന്നു. അത് ഫസ്റ്റ് ഇൻ്റർവൽ ടൈമൊക്കെ ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് 15 minutes ഒക്കെ നല്ലതായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കറക്റ്റ് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കൊള്ളാം. പിന്നെ ലോകേഷ് ചെയ്ത് വെച്ചതിൽ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. ചില ടൈമിലൊക്കെ ആയാലും ചില സീനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നി. ലോകേഷിൻ്റെ മറ്റ് സിനിമകളെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ഇതാണ്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ നോക്കുക. അപ്പം അത്രയുള്ള ഇനി അടുത്ത വീഡിയോ വരാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പോയി ലിയോ ഒന്ന് കാണട്ടെ. ഓക്കെ, ബൈ.